ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു ലേശം കുരുമുളകും ഉപ്പും നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർക്കാം. അങ്ങനെ ആവശ്യത്തിനുള്ള കുരുമുളകും ഉപ്പും ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് വറക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ബട്ടർ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ബട്ടറൊക്കെ ഇവിടെ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ പയ്യെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം, പതുക്കെ കേട്ടോ. അതായത് ഒത്തിരി ഹാഫ് കുക്കായാൽ മാത്രം മതിയേ. അടിക്കൊന്നും പിടിക്കാണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ പയ്യെ ഇങ്ങനെ ഇളക്കി ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റാം. ഈ സമയത്ത് നമ്മളുണ്ടല്ലോ തീ വളരെ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ മുട്ട ഹാഫ് കുക്ക് ചെയ്ത് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മുട്ട ഹാഫ് കുക്ക് ചെയ്തിരുന്ന അതേ പാനിലോട്ട് തന്നെ നമുക്ക് ഇപ്പോൾ കുറച്ച് ബട്ടറും കൂടി ഒഴിക്കേണ്ടതുണ്ട്. നമുക്കിത് സ്റ്റവ് ഓൺ ചെയ്യാം. പാനൊന്ന് ചൂടായി വരട്ടെ. ഇനി പാനൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഞാൻ ഇതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യുവാണ് എല്ലായിടത്തും. നമുക്കിങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി അതിലോട്ടേക്ക് നമുക്ക് ഞാനിവിടെ ഒരു പിടി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് തോടൊക്കെ കളഞ്ഞ് അരിഞ്ഞത് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. ഒരു പിടി മതി കേട്ടോ. കാരണം ഒത്തിരി വെളുത്തുള്ളിയുടെ സ്വാദ് വെളുത്തുള്ളി ഇത്തിരി ഇട്ടാൽ മതി. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് നമുക്ക് മുന്നിലോട്ട് നിൽക്കുമ്പോൾ ഇത് ടേസ്റ്റ് വേറൊരു ടേസ്റ്റായിട്ട് വരും. അതുകൊണ്ടിട്ടാണ്. നമുക്കതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ബട്ടറിൽ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ നമുക്ക് അതിനകത്തോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം. അങ്ങനെ ഇതെല്ലാം ഇളക്കി നന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പാല്, തിളപ്പിച്ചാറിയ പാലാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 1/2 കപ്പ് പാല് ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഈ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ ഇളക്കി ഇതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മതിയേ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു പിഞ്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലിക്സോ ഇതുപോലെ ഇങ്ങനെ വെതറി കൊടുക്കാം കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. അതില്ലാത്തവർ മുളക് പൊടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെതറിയാൽ മാത്രം മതി. അപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇങ്ങനെ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കോൺഫ്ലോറിൻ്റെ തരിയൊന്നും ഇല്ല. പാലിൽ അങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത്
മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി നമുക്കിതൊരു നല്ലൊരു സെർവിങ് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. സെർവിങ് പാത്രത്തിലോട്ടേക്ക് ഇത് ഞാൻ ഇതുപോലെ ഇങ്ങനെ മാറ്റുവാണേ. അങ്ങനെ ഇപ്പം നമ്മുടെ ഇവിടെ എല്ലാം ഞാനിതൊരു സെർവിങ് പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റൊട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നത് ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.